അതെന്താ അച്ഛനൊന്നും പറയാത്തെ? അച്ഛന് എന്തോ ഒരു പ്രയാസം വന്നിട്ടുണ്ട്. അത് ബലരാമനങ്ങളുമായിട്ടുള്ള സംസാരത്തിന്റെ ആണോ അതോ ഇനി പൊളിറ്റിക്സിൽ എന്തെങ്കിലും ഇഷ്യൂ ആണോ? അച്ഛാ, ഞാൻ കുറെ കാര്യങ്ങളായി തിരക്കിലായിരുന്നു. അതാ പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞത്. ഞങ്ങളും അതാ പറഞ്ഞോണ്ടിരുന്നേ. ഈ പാവം മോളുകൾക്ക് ഞാനിത് എങ്ങനെ പറയും? നന്ദൻ മീരെ വിവാഹം ചെയ്യേണ്ടി വരുമെന്ന്. അച്ഛാ, എന്താ അച്ഛാ, എല്ലാം പോസിറ്റീവ് ആണെന്നല്ലേ അച്ഛൻ പറഞ്ഞ? പിന്നെ മറ്റൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാം പോസിറ്റീവാ. എല്ലാം ഞങ്ങൾ സംസാരിച്ചു. കാര്യങ്ങളെല്ലാം ശരിയായി. അപ്പോ ബലരാമനങ്ങള് എല്ലാം സമ്മതിച്ചു അല്ലേ? ഇനി മീരെ കാര്യങ്ങൾ അറിയിച്ചാ മതി അല്ലേ അച്ഛാ? മീരെ അറിയിക്കണം എല്ലാം. അപ്പോ നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാം. അതിനു മുമ്പ് മോൾ അച്ഛന് നല്ലൊരു ചായ ഇട്ടുകൊണ്ട് പോവാം. ചെറിയൊരു തലവേദന. ചായ കുടിച്ചു കഴിയുമ്പോൾ ഒന്ന് ഫ്രഷ് ആവും. എന്നിട്ട് സംസാരിക്കാം. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം അച്ഛാ. എന്താ അച്ഛാ, അച്ഛനാകെ വിഷമിച്ച് നിൽക്കുവാണല്ലോ. തലവേദന വന്നിട്ടാണോ? ഞാൻ പറയുന്നത് ദേവിക കേൾക്കണ്ടെന്ന് വെച്ചിട്ടാ തലവേദനയെന്നും ചായ വേണമെന്നൊക്കെ കള്ളം പറഞ്ഞത്. എന്താ അച്ഛാ? നന്ദ, എങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് മോഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. എന്തിനും കൂടെ ഉണ്ടാവും, വിചാരിക്കുന്ന കാര്യം സാധിച്ചിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രതീക്ഷ നൽകി. പക്ഷേ മോനെ, തന്ന വാക്കുകളൊന്നും പാലിക്കാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരു നിസ്സഹായന അച്ഛനാ ഞാനിപ്പോ. അച്ഛനൊന്ന് വ്യക്തമായിട്ട് പറയൂ. എന്താ, മീരയെ നിന്റെ ജീവിതത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല. അച്ഛൻ തമാശ പറയുവാണോ? സത്യമാ മോളെ. മീരയെ വിവാഹം ചെയ്തില്ലെങ്കിൽ നന്ദന്റെ ജീവന് തന്നെ ആപത്താ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.